2024 ഇറങ്ങിയ വിരലിൽ എണ്ണാവുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ഒന്നാണ് സാംസങ്ങിന്റെ ആവനാഴിയിലെ ബ്രഹ്മാസ്ത്രമായിട്ടുള്ള സാംസങ് ഗാലക്സി S24 അൾട്ര. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം ആകുന്നു. അപ്പോൾ അന്ന് ഈ ഒരു ഫോൺ നല്ല രീതിയിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് പിന്നെ പല ഫോണുകളും റിവ്യൂവിന്റെ ആവശ്യപരമായി വന്നപ്പോൾ ആ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് S24 അൾട്ര എന്ന് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് ഞാൻ എൻ്റെ പ്രൈമറി സിം കാർഡ് ഈ ഒരു ഫോണിനകത്തിട്ട് ഉപയോഗിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിനടുത്ത് വീണ്ടും S24 അൾട്രയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിന്റെ ഒരു ഡിസൈനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു ഫോണിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് മറ്റെല്ലാ ഫോണുകളുടെയും ഡിസൈനിൽ നിന്നും എൻറ്റയർലി വേറിട്ട് നിൽക്കുന്ന ഒരു ഫോണാണ്. കാരണം നമുക്കറിയാം ഇന്ന് വരുന്ന മിക്ക ഫോണുകളും 6.7 ഇഞ്ച് സൈസാണ്. പക്ഷേ ഇത് കാര്യമായിട്ട് ഒരു സൈസ് കൂടിയ ഒരു ഫോണാണ്. ഓർക്ക് ഈ ഒരു ഫോണിന്റെ യാതൊരുവിധ സ്പെസിഫിക്കേഷനും അല്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്, നേരെ മറിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു ബിഗ്ഗർ സൈസ് തന്നെയാണ് എന്തായാലും S24 അൾട്ര എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യുന്നതിന് ഒരു ചെറിയ ബുദ്ധിമുട്ട് എന്തായാലും ഈ ഒരു ഫോൺ നൽകും. എസ്പെഷ്യലി നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നോക്കി ഇങ്ങനെ പോക്കറ്റിൽ നിന്നൊക്കെ ഉയർന്നു നിൽക്കും ഈ ഒരു ഫോൺ. ഒരു വലിയ ഫോം ഫാക്ടർ തന്നെയാണ് ഈ ഒരു ഫോൺ. പിന്നെ ജാട കാണിക്കുന്നവർക്ക് ഈ ഒരു ഫോൺ സ്യൂട്ട് ആവും. കാരണം കയ്യിലൊക്കെ പിടിച്ച് ഇതുപോലെ കല്യാണത്തിനും ഇതിനൊക്കെ പോകുന്നവർക്കൊക്കെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ ഒരു കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഗെറ്റപ്പ് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫോൺ എന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഫോം ഫാക്ടർ മറ്റ് പല ഫോണുകളും ഉപയോഗിച്ചപ്പോൾ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു അല്പം ഈ പറഞ്ഞ പോലെ ഒരു ഹാൻഡി അല്ല S24 അൾട്ര എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. എന്നാൽ ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള iPhone 16 Pro ഒക്കെ നോക്കി, ഞാൻ പ്രോ ആണ്, പ്രോ മാക്സ് അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു 16 Pro ഒക്കെ നോക്കി ഭയങ്കര ഹാൻഡിയാണ്. എസ്പെഷ്യലി വെയിറ്റും ഒക്കെ കാര്യമായിട്ട് അവർ കുറച്ചുകൊണ്ട് വളരെ ഹാൻഡിയാക്കി മാറ്റിയപ്പോൾ ഈ പറഞ്ഞ S24 അൾട്ര ഒരു വലിയ സൈസിലേക്കാണ് ഇപ്പോഴും നിലകൊള്ളുന്നത് എന്നത് ചിലർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോഴെല്ലാം ഇതിനകത്ത് യാതൊരു സ്ക്രീൻ പ്രൊട്ടക്ടറോ അല്ലെങ്കിൽ ബാക്ക് കേസോ അല്ലെങ്കിൽ സ്കിന്നോ ഒന്നും അപ്ലൈ ചെയ്യാതെയാണ് ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചത്. പക്ഷേ ഒരു നല്ല കാര്യം എന്ന രീതിയിൽ പറയട്ടെ, ഇതിനകത്ത് ഒരു സ്ക്രാച്ച് ആകട്ടെ ഒരു ഇഷ്യൂസും ഇതുവരെ ഈ ഒരു ഫോണിനകത്ത് വന്നിട്ടില്ല. അത് എൻ്റെ ഗുണമല്ല, അത് ഫോണിൻ്റെ ഗുണമാണ്. അത്രയും മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റി എന്തായാലും ഈ ഒരു ഫോണിന് സാംസങ് നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ ഫോൺ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിപ്പം പോലെ തന്നെ അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഈ മെറ്റാലിക് പാർട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ബിൽഡാണ് എന്തായാലും സാംസങ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വരില്ല. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ഐ സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മൾ മറ്റ് പല ഫോണുകൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ചില ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ കണ്ണിന് ഭയങ്കരമായിട്ടൊരു കംഫർട്ട് ഫീൽ ചെയ്യും. എന്നാൽ ചില ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ എവിടെങ്കിലോട്ടൊക്കെ നോക്കുമ്പോൾ കണ്ണ് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അത് ചില ഫോണുകൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫോണാണ് S24 അൾട്ര. അതിൻ്റെ ഡിസ്പ്ലേ ഈ പറഞ്ഞ ഒരു ഐ സ്ട്രെയിൻ സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. എല്ലാവർക്കും ഒരു പക്ഷേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഈ ഒരു ഫോണിൻ്റെ ഹൈ ബ്രൈറ്റ്നസ്സും ഒക്കെ ആയിരിക്കാം അത്തരത്തിൽ അതിനൊരു കാരണമാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാനത് കുറയ്ക്കുന്നതിന് വേണ്ടി ഞാൻ എപ്പോഴും ഐ കംഫർട്ട് ഷീൽഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് ആൾറെഡി ഉണ്ട്. അത് ഞാൻ എനേബിൾ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്ലൂ ലൈറ്റ് ഒക്കെ കൂടും. അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ഒരു ഐ കംഫർട്ട് ഷീൽഡ് ഓൺ ചെയ്തിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് പോലും കണ്ണിന് ഐ സ്ട്രെയിൻ നന്നായിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ട്. പക്ഷേ മാരകമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും S24 അൾട്ര എന്ന ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. S23 അൾട്ര കർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നു. അതിൽ നിന്ന് S24 അൾട്രയിലേക്ക് വന്നപ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയപ്പോൾ ആദ്യം കുറ്റം പറഞ്ഞ ഒരാളായിരുന്നു ഞാൻ. കാരണം കർവ്ഡ് ആയിരുന്നു എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അറിയാതെ ഇതിന്റെ ആ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അന്ന് S24 അൾട്ര ഫ്ലാറ്റ് ആക്കാനുള്ള സാംസങ് പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് S Pen വെച്ച് എഴുതാൻ കുറച്ചുകൂടി സ്പേസ് കിട്ടും എന്നുള്ളതായിരുന്നു. അന്ന് ആ ഒരു കാരണം കേട്ടപ്പോൾ എനിക്കൊരു അതിശയം പോലെ തോന്നിയെങ്കിൽ അത് ഏറെക്കുറെ സത്യമായിരുന്നു. കാരണം നമ്മൾ S23 അൾട്രയിൽ S Pen വെച്ച് ഞാൻ എഴുതുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ചരിഞ്ഞ് പോകുന്ന ഒരു രീതിയായിരുന്നു. കാരണം ആവശ്യമുള്ള ഒരു സ്ക്രീൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡയഗണൽ ബേസിൽ അറിയാതെ തന്നെ എഴുതി പോകുന്നത്. അപ്പോൾ കൂടുതൽ സ്പേസ് നമുക്ക് ഓരോ വരിക്കും കിട്ടും. പക്ഷേ ഇവിടെ S24 അൾട്രയിൽ നമ്മൾ എഴുതുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ ഒരു സ്ട്രൈറ്റ് രീതിയിൽ നമ്മളിങ്ങനെ എഴുതി പോകാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ എന്ന് വേണം പറയാൻ. അപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ഫോണിനോട് വരുന്ന ഈ ഒരു S Pen എന്ന് പറയുന്ന ആക്സസറി, ഇത് ആണ് ഇതിന്റെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇത് ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ ചിലർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എന്നാൽ ഇതൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന S24 അൾട്ര യൂസേഴ്സും കാണും. പക്ഷേ എൻ്റെ കേസിൽ ഈ ഒരു S Pen ഭയങ്കരമായിട്ടുള്ള ഒരു യൂസ് ആണ് നൽകുന്നത്. ഈ കാണുന്ന ഓരോ നോട്ടുകളും ഞാൻ ഇതുപോലെ വീഡിയോയുടെ സ്ക്രിപ്റ്റിനും കാര്യമൊക്കെ കാര്യമായിട്ട് ഈ ഒരു S Pen ഉപയോഗിച്ച് എഴുതാറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് S Pen ഭയങ്കര യൂസ് ആണ് ഈ ഒരു ഫോണിൽ എന്ന് വേണം പറയാം. അതുപോലെ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു വിഷയമില്ല. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ബെസലുകളൊക്കെ വളരെ തിന്നാണ്, കിടിലൻ ഡിസ്പ്ലേ, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു ഐ സ്ട്രെയിൻ മാത്രമാണ് ഡിസ്പ്ലേ വിഭാഗത്തിൽ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ S23 അൾട്രയിലും S24 അൾട്രയിലും ഒക്കെ സൂമിംഗ് കൂടുതൽ ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാമറ സിസ്റ്റമാണ്. കാരണം സൂമിംഗ് ആണ് ഇതിന്റെ ഒരു പ്രധാന മെയിൻ. ഇതിനകത്ത് ഫോട്ടോസ് അടിപൊളിയാണ്, പക്ഷേ വീഡിയോ മോശമെന്നല്ല പറയുന്നത്. ഐഫോണിന്റെ വീഡിയോ ക്വാളിറ്റി ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ അതിനോട് കിട പിടിക്കുന്നില്ല S24 അൾട്ര എന്നാണ് എനിക്ക് ഇങ്ങനെ കൂടെ S24 അൾട്ര ഉപയോഗിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഫോട്ടോ അത് ഐഫോണിനേക്കാളും കിടിലൻ ഫോട്ടോകൾ S24 അൾട്ര ഉപയോഗിച്ചിട്ടുണ്ടെടുക്കുക. വീഡിയോയിൽ ഐഫോൺ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഞാനിപ്പോൾ യാത്രയൊക്കെ പോകുമ്പോൾ എൻ്റെ കയ്യിൽ എന്തായാലും 16 Pro കയ്യിൽ കാണും. ഞാനൊരു ഇൻസ്റ്റാഗ്രാം
ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു സ്റ്റോറി എടുക്കാൻ, ഒരു വീഡിയോ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കൈ പോകുന്നത് ഐഫോണിലേക്ക് തന്നെ ആയിരിക്കും. കാരണം എൻ്റെ മൈൻഡ് അങ്ങനെ ട്യൂൺ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇത് ഒരു അല്പം പിന്നിൽ നിൽക്കുകയാണ് വീഡിയോയുടെ കേസിൽ. പക്ഷേ ഫോട്ടോ ഈ പറഞ്ഞ പോലെ അടിപൊളിയാണ്. ഈ കാണുന്ന 2 ഫോട്ടോകൾ ഞാൻ ഒന്ന് ഈ പറഞ്ഞ പോലെ S24 Ultra ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ഐഫോൺ ഉപയോഗിച്ച് എടുത്തതാണ്. അപ്പോൾ S24 Ultra വെച്ച് എടുക്കുന്ന ഫോട്ടോകൾ നോർമലിനേക്കാളും കുറച്ചും കൂടി ഒരു കാണാൻ ചന്തം ഫീൽ ചെയ്യും. ഐഫോൺ കുറച്ചുകൂടി ഒരു നോർമൽ ലൈക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതം നോർമൽ ആകുമ്പോൾ പറഞ്ഞ പോലെ വലിയ ചന്തമുള്ള ജീവിതമായിരിക്കില്ല എന്ന് പറഞ്ഞ പോലെ നോർമലിനേക്കാൾ കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ S24 Ultraയിലെ ഫോട്ടോകൾ കാണാൻ അടിപൊളിയായിരിക്കും, അതൊരു പ്ലീസിംഗ് ആയിരിക്കും. പക്ഷേ വീഡിയോയുടെ കാര്യത്തിൽ ഐഫോൺ തന്നെയാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ പോലെ സൂമിങ് അത് വേറെ ലെവലാണ്. ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വൈഡ്, നോർമൽ, അതുപോലെ സൂം ചെയ്തുകൊണ്ടൊക്കെ എടുത്ത ഫോട്ടോകളാണ്. ഈ സൂം ചെയ്താലും ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ AI ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എൻഹാൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു സൂമിങ് ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഈ ഒരു ഫോൺ ഇപ്പോൾ ഈ ഒരു റീവിസിറ്റ് ചെയ്തപ്പോൾ, അതായത് ഒരു 3-4 ആഴ്ച കാലം കൊണ്ട് ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നു പറഞ്ഞല്ലോ, ആ സമയത്ത് ഒരു 100ലധികം ഫോട്ടോകളും അതുപോലെ 40ഓളം വീഡിയോകളും ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തു. അത് വെച്ചിട്ട് ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഈ പറഞ്ഞ ഇതിന്റെ ഒരു ക്യാമറയെ ഞാൻ വിലയിരുത്തിയതെന്ന് വേണം പറയാം. ബാറ്ററിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതുപോലെ S24 Ultra ഉപയോഗിക്കുന്നതിന് നേരത്തെ ഞാൻ സാംസങ്ങിന്റെ തന്നെ C Fold 6 എന്ന് പറയുന്ന ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചു. ഒരു ദിവസം കൊച്ചിയിൽ യാത്ര പോയപ്പോൾ, ഇവിടുന്ന് രാവിലെ കൊല്ലത്തുനിന്ന് യാത്ര തിരിച്ച് കൊച്ചിയിൽ പോയപ്പം ആ ഒരു C Fold 6 അവിടെ ചെന്നപ്പോഴേക്കും ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ഔട്ടായി ഓഫായി പോയി. കാരണം നമ്മളിപ്പോൾ ഇവിടെ വർക്ക് ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും വൈഫൈ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ യാത്രാ സമയങ്ങളിൽ 5Gയും 4G ഒക്കെ മാറി മാറി കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആകും C Fold 6ന്റെ കേസിൽ. എന്നാൽ ഇവിടെ S24 Ultrയുമായിട്ട് ഈ അടുത്തിടെ ഞാൻ കൊച്ചി പോയിട്ട് വൈകിട്ട് ഇതുപോലെ കൊച്ചിയിൽ എത്തിയിട്ടും ചാർജ് വീണ്ടും ഈ ഒരു ഫോൺ അത് റിമെയിൻ ചെയ്തിരുന്നു. അപ്പോൾ യാത്രാ വേളകളിലെങ്കിലും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു C Fold 6 കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഉള്ളൊരു ബാറ്ററി ഡ്രെയിൻ ഒന്നും ഈ ഒരു ഫോണിന് ഇല്ല. മികച്ച ഒരു ബാറ്ററി പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഒരു 1-1.5 ദിവസത്തെ ഒരു ബാറ്ററി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും. ഞാൻ രാവിലെ ഒരു 9 മണിക്ക് ചാർജറിൽ നിന്ന് 100% റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു 11 മണി സമയത്തൊക്കെ നോക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 30% ബാറ്ററിയൊക്കെ ആയിരിക്കും റിമെയിൻ ചെയ്യുക എല്ലാ ദിവസവും. അതുകൊണ്ട് തന്നെ ഫോൺ ചാർജ് ചെയ്യണം. 2 ദിവസം കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, എങ്കിലും ഒരു ദിവസത്തിൽ കൂടുതലുള്ളൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നുണ്ട്. പിന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയകളിൽ ചെറുതായിട്ട് ഫോൺ ചൂടാകുന്നുണ്ട്. അതുപോലെ ക്യാമറയൊക്കെ എക്സസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴും ചെറിയ രീതിയിൽ ഭയങ്കര ഓവർ ഹീറ്റിംഗ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും ചൂടാകുന്നുണ്ട് ഫോൺ എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് ഈ ഒരു ഏരിയയാണ് കൃത്യമായിട്ട് ചൂടാകുന്നത്. ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഫോണുകൾ മാറി മാറി ഉപയോഗിക്കുന്നെങ്കിലും ഒരു ഫോണിലും ഞാൻ ഒരു ഗെയിം പോലും അങ്ങനെ കളിക്കുന്ന ഒരാളല്ല. നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, ഇവിടുത്തെ ഓരോ ഫോണുകൾ റിവ്യൂ ചെയ്യുമ്പോഴും BGMI റിവ്യൂ ചെയ്യാൻ തന്നെ നമ്മുടെ അനന്തമാണ് റിവ്യൂ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഗെയിം ഒരു ഫോണിലും കളിക്കാറില്ല. അപ്പോൾ അല്ലാതെയുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസിന്, അതായത് സോഷ്യൽ മീഡിയ യൂസും മറ്റു കാര്യങ്ങൾക്കും, അതുപോലെ ഞാൻ VN ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യും. ഈ ഒരു ഫോണിനകത്ത് സ്റ്റോറിയൊക്കെ എഡിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇന്ന് വരെ ഈ ഒരു ഫോണിനകത്ത് യാതൊരുവിധ ഇഷ്യൂസും നമുക്ക് വരുത്തിയിട്ടില്ല. അത് ഒരു സ്റ്റക്ക് ആവട്ടെ, ഒരു ലാഗിങ് ആവട്ടെ, അങ്ങനെയുള്ള യാതൊരുവിധ വിഷയവും ഈ ഒരു ഫോൺ വരുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻസ് ആണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. ഒരു ലാഗ് ഫ്രീ എക്സ്പീരിയൻസ്, യാതൊരുവിധ ബഗ്ഗുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും. സാധാരണ ഐഫോണിലൊക്കെ പല ബഗ്ഗുകളും ഇഷ്യൂസും ഒക്കെ ആദ്യകാലത്തിലെങ്കിലും ഫേസ് ചെയ്യപ്പെടും ഒരു പുതിയ സീരീസ് വരും. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് അങ്ങനെ ഇതുവരെയും ഒരു ഇഷ്യൂ വന്നിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ഹൈലൈറ്റ് ആയിട്ട് വേണം പറയാം. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സ്ഥിരമായി എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ബ്ലോട്ട് വൈസുകളോ വിഷയങ്ങളോ ഒന്നും ഈ ഒരു ഫോണിനകത്തില്ല. ക്ലീൻ ആണ് കാര്യങ്ങൾ. എനിക്ക് സാംസങ്ങിന്റെ യൂസർ ഇന്റർഫേസ് ONUI ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ ഇവരുടെ ഇക്കോ സിസ്റ്റം അടിപൊളിയാണ്. ഐഫോൺ ലൈക്ക് ഒരു ഇക്കോ സിസ്റ്റത്തിലേക്ക് ഇവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് സാംസങ് ഫോണുകൾ ഏറ്റവും അധികം നമ്മളെപ്പോലുള്ള ആളുകൾ ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണം സാംസങ്ങിന്റെ കോൾ റെക്കോർഡിംഗ് ഓപ്ഷനാണ്. ആരും അറിയാതെ അങ്ങേ തലയ്ക്കൽ വിളിച്ചു ഒന്നും ചെയ്യാതെ മനോഹരമായിട്ട് കോൾ റെക്കോർഡിംഗ്, അതിന് S24 Ultra വേണമെന്നൊന്നുമില്ല. സാംസങ്ങിന്റെ ഏതൊരു വില കുറഞ്ഞ ഫോൺ വാങ്ങിയാൽ പോലും അതിനകത്ത് കോൾ റെക്കോർഡിംഗ് ഉണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ ഈ ഒരു ഫോൺ Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് വന്നാണ്. ഇതുവരെയും Android 15 അപ്ഡേറ്റ് വന്നിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ കുറവായിട്ട് പറയേണ്ടി വരും. കാരണം OnePlus 12ലും OnePlus 12R ഒക്കെ Android 15 ആൾറെഡി അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു. ഇതുവരെ സാംസങ്ങിന്റെ ഈ ഒരു ഫോണിനകത്ത് Android 15 വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു S25 Ultra Android 15യുമായിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇതിൽ മനഃപൂർവ്വം കൊടുക്കാതിരിക്കുന്നതാണോ എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാനും പറ്റില്ല. ഇപ്പോഴും ഈ പറഞ്ഞ ONUI 6.1 അതുപോലെ Android 14ലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. പക്ഷേ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ സാംസങ് തരുന്നുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു അപ്ഡേറ്റ് തന്നുകൊണ്ട് നമ്മളെ അത് കൃത്യമായി അവർ റെക്ടിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. പണ്ട് എനിക്കറിയാം, ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥ, ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് സാംസങ്ങിൻ്റെ കേസിൽ ഏറ്റവും അപ്ഡേറ്റുകൾ തരുന്നതിൽ പിശുക്ക് കാണിക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു സാംസങ്. പക്ഷേ ആ കാലത്ത് മോട്ടോറോള ആയിരുന്നു ഏറ്റവും കൂടുതൽ അപ്ഡേറ്റുകൾ കൂടുതലായി നൽകുന്ന ബ്രാൻഡ്. ഈ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് തരുന്നത് ബ്രാൻഡായി സാംസങ്ങും അപ്ഡേറ്റ് തരുന്നതിൽ പിശുക്ക് കാണിക്കുന്ന ബ്രാൻഡായിട്ട് മോട്ടോറോളയും മാറിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രൈസിങ്ങിൽ വന്ന ഒരു ഡിഫറൻസ്, ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 1,35,000-1,36,000
രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തത്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഇന്നലെ പോലും ഈ ഒരു ഫോണിനകത്ത് സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ് എനിക്ക് കിട്ടിയിരുന്നു എന്നുള്ളതും ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമാണ്, അതൊരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ 1,35,000 രൂപയ്ക്കാണ് സാംസങ് S24 Ultra അന്ന് ലോഞ്ച് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആമസോണിൽ ചെക്ക് ചെയ്യുമ്പോഴും 97,950 രൂപയ്ക്ക് ഇവരുടെ 256 GB ദാറ്റ് മീൻസ് ബേസ് വേരിയന്റ് വാങ്ങാൻ സാധിക്കും. 1,00,000 താഴെ ഈ ഒരു ഫോൺ ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ എന്നെ പോലെ പലരും 1,35 കൊടുത്ത് ഫോൺ വാങ്ങിയൊരു സത്യം പറഞ്ഞാൽ ഇപ്പം മണ്ടന്മാരായിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ അന്നേ ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഈ 97,950 വാങ്ങുന്നത് ഇന്ന് മുതലേ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതും സത്യമാണ്. ഇനി S23 Ultra അത് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ഇത്രയും സെറ്റപ്പ് വേണ്ടെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളെ തമ്മിലുള്ളൂ. അതിനും ഇപ്പോൾ 80,000 രൂപയേ ഉള്ളൂ എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്കിതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ഫോൺ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു വർഷത്തിനിപ്പുറം വീണ്ടും ഇതിലേക്ക് എത്തുമ്പോഴും ഈ പറഞ്ഞ 2024 പുറത്തിറങ്ങിയ ചുരുക്കം ചില മികച്ച നല്ല ഫോണുകളിൽ ഒന്നായി മാറുകയാണ് S24 Ultra. ഇനി നിങ്ങൾ S24 Ultra വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ iPhone 16 Pro എടുക്കണോ S24 Ultra എടുക്കണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഈ പറഞ്ഞ പോലെ ഫോട്ടോയ്ക്കാണ് നിങ്ങൾ ഏറെ പ്രാധാന്യം നൽകുന്നതെങ്കിൽ ഗോ ഫോർ S24 Ultra. നിങ്ങൾ വീഡിയോയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഗോ ഫോർ iPhone 16 Pro. ഇനി S Pen ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് എഴുതാൻ നിങ്ങൾക്ക് വേണ്ടി വരുമെങ്കിൽ തീർച്ചയായിട്ടും ഗോ ഫോർ S24 Ultra. ഇതാണ് എനിക്ക് പറയാനുള്ളത്. iPhone 16 Pro മോശക്കാരനൊന്നുമല്ല, മികച്ച ഫോൺ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഒരു ആൻഡ്രോയിഡ് എക്കോ സിസ്റ്റത്തിൽ തന്നെ തുടരാൻ താല്പര്യപ്പെടുന്നവർക്കും S24 Ultra തന്നെയാണ് എപ്പോഴും ബെറ്റർ. എന്നാൽ ഐഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ S24 Ultrയിലേക്ക് പോകാൻ ഞാൻ ഒരിക്കലും പറയില്ല. ആപ്പിൾ എക്കോ സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ആയിട്ട് iPhone 16 Pro തന്നെ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.